ആദ്യം പോകുന്നത് ബീഹാറിലേക്കാണ്. അവിടെ വോട്ടെടുപ്പൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇനി എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അത് മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം മഹാനിരാശ നൽകുന്ന ഒന്നായിരുന്നു. കാരണം 10 എക്സിറ്റ് പോളുകളിൽ 8 എക്സിറ്റ് പോളുകളും NDAക്ക് മുൻതൂക്കം പ്രവചിക്കുന്നതാണ്. പക്ഷേ അത് വകവയ്ക്കാൻ മഹാസഖ്യം തയ്യാറാകുന്നില്ല. അതിനെ തള്ളിക്കൊണ്ടാണ് രംഗത്തെത്തിയത്. എന്തായാലും ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാ മുന്നണികൾക്കുമുള്ളത്. 20 വർഷത്തിനിടെ ഉയർന്ന പോളിംഗ് ആണ് 2 ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയത്. NDAക്ക് ഭരണ തുടർച്ച പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് മഹാസഖ്യം. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അങ്ങനെ അരവിന്ദ്, കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾക്കൊടുവിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ പിന്നീടുള്ള എല്ലാ കണ്ണുകളും പോയത് എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്കാണ്. ആർക്ക് അനുകൂലമാകും ആ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ മഹാസഖ്യത്തിന് കടുത്ത നിരാശ സമ്മാനിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. അത് തള്ളിക്കൊണ്ട് തന്നെ മഹാസഖ്യം രംഗത്തെത്തുകയാണ്. മാത്രമല്ല, ഉയർന്ന പോളിംഗ് ശതമാനത്തിലാണ് മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. അപ്പോൾ എക്സിറ്റ് പോളുകൾക്ക് വിപരീതമായൊരു ഫലം മഹാസഖ്യം എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ജിൽസി, കഴിഞ്ഞ 20 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ബീഹാറിലെ 2 ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ 65%-ലേറെയും, രണ്ടാം ഘട്ടത്തിൽ ഏകദേശം 68%-ലധികവും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണികൾ വലിയ രീതിയിലുള്ള അവകാശവാദത്തിലാണ്. മഹാഗഠബന്ധനടക്കം ഉയർത്തിയത് ഈ ഉയർന്ന പോളിംഗ് തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നതാണ്. എന്തായാലും ഈ വോട്ടിംഗ് പൂർത്തിയായതിന് പിന്നാലെ ഇത്തരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. അത് പൂർണ്ണമായും NDAക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 10 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 8 എണ്ണവും NDA തുടർഭരണം ബീഹാറിൽ കൈവരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു മുൻതൂക്കം നൽകിയിരിക്കുന്നത്. വന്ന 8 എക്സിറ്റ് പോളിലും 6-ലധികം എക്സിറ്റ് പോൾ ഫലങ്ങളിലും NDA 3 അക്കത്തിരിക്കും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയത്തിൽ വരുമെന്നതാണ് പ്രവചിക്കുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുവേണ്ടി ഹരിയാന അടക്കം അവർ ഉദാഹരണവുമായി കാണിക്കുന്നുണ്ട്. കാരണം ഹരിയാനയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് വൻ വിജയം സ്വന്തമാക്കുമെന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ചയാണ് ഹരിയാനയിലടക്കം കാണുവാൻ സാധിച്ചത്. സമാനമായ കാഴ്ച തന്നെ ബീഹാറിലും ഉണ്ടാകുമെന്ന് തന്നെ മുന്നണികളും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം NDA ക്യാമ്പ് വലിയ രീതിയിൽ ആത്മവിശ്വാസത്തിലാണ്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി തങ്ങൾക്ക് അനുകൂലമായതുകൂടി വൻ വിജയം സ്വന്തമാക്കി അധികാര തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് NDA ക്യാമ്പുകൾ ഉറച്ചു വിശ്വസിക്കുന്നത്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ നടക്കുക. നമുക്കറിയാം 243 സീറ്റുകളിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യഘട്ടത്തിൽ 121, രണ്ടാം ഘട്ടത്തിൽ 122 സീറ്റുകളിലും വോട്ടെടുപ്പ് നടന്നിരുന്നു. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് മഹാഗഠബന്ധന് അനുകൂലമല്ല. 8 എക്സിറ്റ് പോൾ ഫലങ്ങൾ 10-8 അത് NDAക്ക് മുൻതൂക്കം നൽകുന്നു. ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പരിശോധിക്കുമ്പോൾ എന്തെല്ലാം ഘടകങ്ങളാൽ, എന്തെല്ലാം കാരണങ്ങളാൽ തുടർച്ചയായി 5ാം തവണയും അവിടെ NDA സർക്കാർ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഈ ചാനലുകൾ, ഏജൻസികൾ പറയുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പാണ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അടക്കം പണം നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടക്കുകയും പല അക്കൗണ്ടുകളിൽ പണം എത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകളുടെ വോട്ട് NDAയിലേക്ക് എത്തി എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് NDAക്ക് അനുകൂലമായി തന്നെ ഉണ്ടായി. കാരണം നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അതിനു മുൻപ് വന്നിരുന്നു. സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ നൽകുമെന്ന പ്രഖ്യാപനം, അതുപോലെ തന്നെ നിതീഷ് സർക്കാരിന്റെ ചില പ്രഖ്യാപനങ്ങളും അത് അവർക്ക് അനുകൂലമായി എന്ന് തന്നെ വിലയിരുത്തുന്നു. അതുപോലെ തന്നെ മഹാഗഠബന്ധന്റെ സീറ്റ് വിഭജന ചർച്ചകൾ അത് വൈകിയതും മഹാഗഠബന്ധന് തിരിച്ചടിയായെന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലെ ഒരു വിലയിരുത്തലുള്ളത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കേണ്ട സാഹചര്യമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ കണ്ടതാണ്. ബീഹാർ NDAക്കും അതുപോലെ തന്നെ BJPക്കും 400 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്ന് പ്രവചിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഫലം വന്നപ്പോൾ മറ്റൊന്നായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഹരിയാന തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലെ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ആ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യമുള്ളത്. കാരണം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ, തേജസ്വി എന്ന നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചാരണം, ഇതെല്ലാം ഫലം കാണുമെന്ന് തന്നെയാണ് മഹാഗഠബന്ധൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി 2 ദിവസം മാത്രമാണ് വോട്ടെടുപ്പിന് അവശേഷിക്കുക. മറ്റന്നാൾ തന്നെ ആരായിരിക്കും NDAയിൽ ഭരിക്കുക, പുതിയൊരു അധികാര തുടർച്ചയുമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെ എത്തുമോ അല്ലെങ്കിൽ തേജസ്വി യാദവ് ആയിരിക്കുമോ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവും. സേഫ്.